ഹോണ്ട ആക്ടിവ 125 ഈ ഒരു സ്കൂട്ടർ 4 വേരിയൻറ്റ്സിൽ അവൈലബിൾ ആണ്. ബേസ് വേരിയൻറ്റിലെ പ്രൈസ് വരുമ്പോൾ 1,01,889. ഫുൾ ഓപ്ഷൻ വരുമ്പോൾ 1,12,428. ഇതിൻ്റെ എൻജിൻ കപ്പാസിറ്റി വരുന്നത് 125 cc ആണ് വരുന്നത്. അതുപോലെ CVT ട്രാൻസ്മിഷൻ ആണ്. അതിൽ 6,250 RPM 8.30 PS പവറും 5,000 RPM 10.4 Nm ടോർക്കുമാണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 5.3 ലിറ്ററും അതുപോലെ മൈലേജ് വരുന്നത് 60 km/ലിറ്റർ ആണ്. ഇതിൽ അലോയ് വീല് അതുപോലെ തന്നെ ട്യൂബ്ലെസ് ടയറൊക്കെ കിട്ടുന്നുണ്ട്. ഈ ഒരു സ്കൂട്ടറിൻ്റെ മെഷർമെൻറ്റ് നോക്കുമ്പോൾ ലെങ്ത് വരുമ്പോൾ 1850 mm, പിന്നെ വിഡ്ത്ത് വരുമ്പോൾ 707 mm, ഹൈറ്റ് വരുമ്പോൾ 1170 mm, ഗ്രൗണ്ട് ക്ലിയറൻസ് വരുമ്പോൾ 162 mm, വീൽ ബേസ് 1260 mm. യമഹ റൈ ZR 125 ഈ ഒരു സ്കൂട്ടർ 5 വേരിയൻസിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുമ്പം 1,04,850 ഫുൾ ഓപ്ഷൻ വരുമ്പം 1,16,305 ആണ് വരുന്നത്. ഇതൊരു 125 സെഗ്മെൻറ്റ് വരുന്ന ഒരു സ്കൂട്ടറാണ്. അതിൽ 6,500 RPM 8.2 PS പവറും 5,500 RPM 10.3 Nm ടോർക്കുമാണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതാണ് ബെസ്റ്റ് മൈലേജ് കിട്ടുന്ന വണ്ടി. കാരണം ഇതിന് 71 മൈലേജ് ARA അപ്രൂവലായിട്ട് ലഭിക്കുന്നത്. അതുപോലെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 5.2 ലിറ്ററുമാണ്. ഫീച്ചർ അലോയ് വീല് അതുപോലെ തന്നെ ഡിജിറ്റൽ കൺസോൾ എല്ലാം ലഭിക്കുന്നുണ്ട്. മെഷർമെൻറ്റ് നോക്കുമ്പോൾ ലെങ്ത് വരുമ്പോൾ 1880 mm, ഹൈറ്റ് 1190 mm, വിഡ്ത്ത് 750 mm, ഗ്രൗണ്ട് ക്ലിയറൻസ് വരുമ്പോൾ 145 mm, വീൽ ബേസ് 2280 mm. സുസുക്കി അവനീസ് ഈ ഒരു സ്കൂട്ടറും 2 വേരിയൻസ് ആയിട്ട് അവൈലബിൾ ആണ്. ഇതിൻ്റെ ബേസ് വരുമ്പോൾ 1,18,177 ഫുൾ ഓപ്ഷൻ്റെ പ്രൈസ് വരുമ്പോൾ 1,19,709 ഇതും 125 സെഗ്മെൻറ്റിൽ ഒരു സ്കൂട്ടറാണ്. അതിൽ 6,750 RPM 8.7 PS പവറും 5,500 RPM 10 Nm ടോർക്കുമാണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ARI അപ്രൂവൽ ആയിട്ടുള്ള മൈലേജ് 55 ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 5.2 ലിറ്ററും. ഇതിലും അലോയ് വീലും അതുപോലെ തന്നെ ട്യൂബ്ലെസ് ആയിട്ടുള്ള ടയറുമാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഡിജിറ്റൽ കൺസോളാണ് വരുന്നത്. മെഷർമെൻറ്റ് നോക്കുമ്പോൾ ലെങ്ത് 1895 mm, ഹൈറ്റ് 1175 mm, വിഡ്ത്ത് 710 mm, ഗ്രൗണ്ട് ക്ലിയറൻസ് 160 mm, വീൽ ബേസ് 2265 mm. TVS എൻഡോർക്ക് ഈ ഒരു സ്കൂട്ടർ 6 വേരിയൻസ് ആയിട്ട് അവൈലബിൾ ആണ്. ബേസ് വേരിയൻ്റ് പ്രൈസ് വരുമ്പം 1,06,043, ഫുൾ ഓപ്ഷൻ 1,33,257. ഇതൊരു 125 സെഗ്മെൻറ്റിലെ സ്കൂട്ടറാണ്. അതുപോലെ CVT ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. അതിൽ തന്നെ 7,000 RPM 9.51 PS പവറും 5,500 RPM 10.6 Nm ടോർക്കുമാണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ARI അപ്രൂവൽ ആയിട്ടുള്ള മൈലേജ് 54.33 km/ലിറ്ററും ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 5.8 ലിറ്ററുമാണ്. ഇതിലും ട്യൂബ്ലെസ് ആയിട്ടുള്ള ടയർ, അലോയ് വീല്, ഡിജിറ്റൽ കൺസോള് അതുപോലെ തന്നെ കോംബി ബ്രേക്ക് സിസ്റ്റം എല്ലാം ഇതിലും കിട്ടുന്നുണ്ട്. ലെങ്ത് വരുമ്പോൾ 1861 mm, ഹൈറ്റ് 1164 mm, വിഡ്ത്ത് 710 mm, ഗ്രൗണ്ട് ക്ലിയറൻസ് 155 mm, വീൽ ബേസ് 1285 mm. അപ്രീലിയ SR ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,47,766 വരുന്നത്. ഇതും 125 സെഗ്മെൻറ്റിലെ ഒരു സ്കൂട്ടർ തന്നെയാണ്. അതിൽ 7,300 RPM 10 PS പവറും 5,500 RPM 10 Nm ടോർക്കുമാണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ARI അപ്രൂവൽ ആയിട്ടുള്ള മൈലേജ് 40 km/ലിറ്റർ ആണ്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 6 ലിറ്ററും. ഇതും ഒരു CVT ട്രാൻസ്മിഷൻ ആണ്. ഇതിലും അലോയ് വീൽ വരുന്നുണ്ട്, ട്യൂബ്ലെസ് ടയർ വരുന്നുണ്ട്, ഡിജിറ്റൽ കൺസോൾ വരുന്നുണ്ട്, കോംബി ബ്രേക്ക് സിസ്റ്റവും ഉൾപ്പെടുന്നുണ്ട്. ലെങ്ത് 1985 mm, ഹൈറ്റ് 1261 mm, വിഡ്ത്ത് 806 mm, വീൽ ബേസ് 1365 mm. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ പരിചയപ്പെട്ട സ്കൂട്ടറിൽ നിങ്ങൾ പെർഫോമൻസ് ആണ് കൂടുതൽ നോക്കുന്നതെങ്കിൽ അപ്രീലിയ SR നോക്കുക. മൈലേജ് ആണെങ്കിൽ റൈസ് ZR നോക്കുക. ഇനിയിപ്പം അത്യാവശ്യം തരക്കേടില്ലാത്ത മൈലേജും പെർഫോമൻസും മതിയെങ്കിൽ TVS എൻഡോർക്ക് നിങ്ങൾ നോക്കുക.
ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സ്കൂട്ടർ ഇഷ്ടപ്പെട്ടത് അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളൊരു സ്കൂട്ടർ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഷോറൂമിലോട്ട് ചെല്ലുക, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്കൂട്ടർ ബുക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയ പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.